ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റ്. കുടുംബജീവിതം നയിച്ച് പിന്നീട് ഒരു സന്യാസ സഭ രൂപീകരിച്ച് വിശുദ്ധമായ ജീവിതം നയിച്ച് വിശുദ്ധിയിലേക്ക് ഉയർന്ന വിശുദ്ധ സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റ്. വിശുദ്ധയുടെ ജീവിതത്തിലേക്ക് നമുക്കിപ്പോൾ കടന്നു ചെല്ലാം. 1303 സ്വീഡനിൽ ഒരു പ്രഭു കുടുംബത്തിലാണ് ബ്രിജിറ്റ് ജനിച്ചത്. അപ്പൻ ബിർഗർ, അമ്മ ഇൻഗോബർഗ്. നല്ല ഭക്തരായ മാതാപിതാക്കൾ. ഈ അമ്മ ബ്രിജിറ്റിനെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടു. എങ്കിലും അത്ഭുതകരമായിട്ട് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കുഞ്ഞ് ജനിച്ചു. പക്ഷേ 3 വയസ്സുവരെ കുഞ്ഞ് സംസാരിക്കില്ലായിരുന്നു. വീട്ടുകാർക്ക് ഭയങ്കര വിഷമമായി. ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കുടുംബമായതുകൊണ്ട് അവർ ഉള്ളുരുകി പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ കുഞ്ഞിന് സംസാരശേഷി തരണമേ, അല്ലെങ്കിൽ ഭാവിയിൽ ഈ പ്രഭു കുടുംബത്തിലെ മകൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തുമ്പോൾ അവൾക്ക് സംസാരശേഷി ഇല്ലെങ്കിൽ ദൈവമേ എന്തൊരു ദുഃഖകരമാണ്. ദൈവം ഈ പ്രാർത്ഥന കേട്ടു. ഒരു ദിവസം കുടുംബം ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മകൾ അത് ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് മകളുടെ നാവിലേക്ക് ദൈവസ്തുതി ഉയർന്നു. അങ്ങനെ സംസാരശേഷി കിട്ടി. കുട്ടി ഭക്തയായി നല്ല മകളായി കുടുംബത്തിൽ വളർന്നു വരികയാണ്. ഈ മകളെക്കുറിച്ച് മറ്റൊരു സംഭവമുണ്ട്. ഈ മകളുടെ ജന്മദിനത്തിൽ വികാരിയച്ഛന് ഒരു ദർശനം. ഒരു കന്യക ഒരു ചുരുൾ നിവർത്തി. അതിലിപ്രകാരം ആ കന്യക അച്ഛനോട് പറയുകയാണ്, ഇന്ന് ബിർഗർ എന്ന പ്രഭുവിന് ജനിക്കുന്ന കുഞ്ഞ് ലോകത്തോട് മുഴുവൻ സംസാരിക്കുന്ന ഒരു കുഞ്ഞായിട്ട് തീരാനുള്ളവളാണ്. അതെ, അതായിരുന്നു ബ്രിജിറ്റിൻ്റെ ജന്മദിനം. ബ്രിജിറ്റിന് 7 വയസ്സുള്ളപ്പോൾ അവൾ ഒരു ദിവസം രാത്രി വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഒരൾത്താരയിൽ നിന്ന് മാതാവ് ഒരു കിരീടവുമായിട്ട് ഇറങ്ങി വന്നു. ബ്രിജിറ്റിൻ്റെ നേരെ മാതാവ് ഈ കിരീടം നീട്ടിക്കൊണ്ട് ചോദിച്ചു, കുഞ്ഞെ, ഈ കിരീടം നിനക്ക് വേണോ? അവൾ സന്തോഷത്തോടെ ഇരുകൈയും നീട്ടി മുന്നോട്ട് ചെന്നു. മാതാവ് ആ കിരീടം അവളുടെ തലയിൽ വച്ചു കൊടുത്തു. അന്നു മുതൽ മാതാവിനോട് ഭയങ്കര സ്നേഹമാണ്. എന്നും മാതാവിനോട് പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലും. 10 വയസ്സുള്ളപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായി. വികാരിയച്ഛൻ ഇടവകപ്പള്ളിയിൽ പീഡാനുഭവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ദിനം. കുടുംബാംഗങ്ങൾ എല്ലാവരും ആ പ്രസംഗം കേൾക്കാനായിട്ട് പോയി. ഈശോ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി സഹിച്ച പീഡകളെക്കുറിച്ച് അച്ഛൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് ബ്രിജിറ്റ് കേട്ടു. അന്ന് രാത്രി ഉറക്കത്തിൽ ഈശോയുടെ പീഡാനുഭവം അവൾക്ക് ദർശനമായി ലഭിച്ചു. ഈശോ കുരിശിൽ കിടന്ന് പീഡകൾ സഹിക്കുന്നു, വാവിട്ട് നിലവിളിച്ച് വേദനിക്കുന്ന പോലെയുള്ള ആ രംഗം അവൾ കാണുകയാണ്. പെട്ടെന്ന് അവൾ ചോദിച്ചു, ഈശോ, ആരാണ് നിന്നെ ഈ വിധത്തിലാക്കിയത്? ഈശോ പറഞ്ഞു, എന്നെ അറിയാത്തവരും എൻ്റെ സ്നേഹത്തെ തിരസ്കരിക്കുന്നവരും. അവൾ പറഞ്ഞു, ഇല്ല ഈശോയെ, എല്ലാത്തിനും പരിഹാരമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ വേദനിക്കരുത്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ എന്നും നിന്നെ സ്നേഹിക്കുന്നു. ബ്രിജിറ്റിന് 12 വയസ്സുള്ളപ്പോൾ അമ്മ പെട്ടെന്നൊരു അസുഖം വന്ന് മരിക്കുകയാണ്. അന്ന് അമ്മയെ അസുഖ കാലയളവിൽ അമ്മയെ സംരക്ഷിക്കാനൊക്കെ വന്നത് ആൻറ്റിയാണ്. ഈ ആൻറ്റിയുടെ കയ്യിൽ ഈ മകളെ ഏൽപ്പിച്ചിട്ട് അമ്മ പറഞ്ഞു, മകളെ ഈശോയോടുള്ള സ്നേഹത്തിൽ ദൈവഭക്തിയിൽ നല്ല മകളായിട്ട് വളർത്തണമെന്ന്. പിന്നീട് ആൻറ്റിയുടെയും മംഗളിൻ്റെയും സംരക്ഷണയിലാണ് ബ്രിജിറ്റ് വളർന്നത്. ആ വീട്ടിൽ എല്ലാവിധ സുഖസൗകര്യങ്ങളോടും സ്നേഹത്തോടും കൂടെ ബ്രിജിറ്റ് വളർന്നു. അവിടെയും ഈശോയോടുള്ള സ്നേഹം അവളുടെ ഹൃദയത്തിൽ കത്തിജ്വലിക്കുകയാണ്. ഒരു ദിവസം രാത്രിയിൽ അവൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. മകളെ അന്വേഷിച്ച് വന്ന, കുഞ്ഞിനെ അന്വേഷിച്ച് വന്ന ആൻറ്റി ചോദിച്ചു, മോളെ നീ എന്താണ്, കിടക്കുന്നില്ലേ? എന്താ ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുന്നത്? അവൾ പറഞ്ഞു, ആൻറ്റി, ഈശോയെ എങ്ങനെ സ്നേഹിക്കാം, ആ ഈശോയോട് എങ്ങനെ ഐക്യപ്പെടാമെന്ന് ഞാൻ ഈശോയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവൾ അങ്ങനെ നല്ല കുട്ടിയായിട്ട് വളർന്നു വന്നു. 14 വയസ്സുള്ളപ്പോൾ അന്നത്തെ രീതി അനുസരിച്ച് ഇവളെ വിവാഹ ജീവിതത്തിലേക്ക് ഇവളുടെ അപ്പച്ചനും ഈ വീട്ടുകാരും എല്ലാവരും ചേർന്ന് അയക്കുകയാണ്. 18 വയസ്സുള്ള വൂൾഫ് ഗുസ് എന്ന ഒരു പ്രഭുവിനെയാണ് വിവാഹം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇവൾക്ക് വിവാഹ ജീവിതത്തിലേക്കല്ല താല്പര്യമെങ്കിലും വീട്ടുകാരുടെ താല്പര്യത്തിന് വിധേയപ്പെട്ടുകൊണ്ട് അവൾ അതിന് സമ്മതിക്കുകയാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചത് മുതൽ ഭർത്താവിനെ വളരെയധികം സ്നേഹിച്ച് നല്ലൊരു കുടുംബിനിയായി അവർ വളരുകയാണ്. എല്ലാവർക്കും മാതൃക. ഇവർക്ക് 8 മക്കളുണ്ടായി. 4 ആൺമക്കളും 4 പെൺമക്കളും. അതിലൊരു മകളായ കാതറിൻ പിന്നീട് സ്വീഡനിലെ വിശുദ്ധ കാതറിൻ എന്നറിയപ്പെടുന്ന ഒരു വിശുദ്ധയായിട്ട് തീരുകയുണ്ടായി. ഇവരിങ്ങനെ കുടുംബം സന്തോഷമായിട്ട് വളരുകയാണ്. എല്ലാവിധ നന്മ പ്രവൃത്തികളും ഇവരുടെ കുടുംബത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഭാര്യയും ഭർത്താവും കൂടെ, ബ്രിജിറ്റും വുൾഫും കൂടെ. ആ നാട്ടിലുള്ള രോഗികളെ സഹായിക്കും, പീഡിതരെ സഹായിക്കും. നാട്ടിൽ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെന്ന് കണ്ടാൽ വേഗം ഇറങ്ങിച്ചെന്ന് അവരെ സഹായിക്കുക അവരുടെ പതിവാണ്. ഒരിക്കൽ അവിടെ ഒരു സ്ത്രീ, അവളൊരു പാപിയായിരുന്നു, പക്ഷെ അവൾക്കൊരു രോഗം പിടിപെട്ടു. എല്ലാവരും ആ സ്ത്രീയെ വെറുത്തു. പക്ഷേ ബ്രിജിറ്റ് വേഗം ചെന്ന് അവളെ സ്വീകരിച്ച് മുറിവുകളെല്ലാം വെച്ച് കെട്ടി അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ദൈവമേ, ഇവളിൽ എന്തെങ്കിലും പാപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവളോട് ക്ഷമിക്കണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഏറ്റവും വേഗം ഇവൾക്ക് സൗഖ്യം നൽകണമേ എന്ന് പറഞ്ഞ് ആ സ്ത്രീയുടെ കൂടെ ഇരുന്ന് സ്നേഹിച്ച് അവൾക്ക് സൗഖ്യം കൊടുക്കുകയാണ്. ഇങ്ങനെ നന്മ പ്രവൃത്തി ചെയ്താലും നാട്ടുകാർ ചിലപ്പോൾ തിന്മ പറയും. ഇത്ര പൊട്ട സ്ത്രീയെ എന്തിനാണ് നിങ്ങൾ സഹായിക്കുന്നത്, നീയും അത്ര നല്ലതായിരിക്കില്ല എന്നും പറഞ്ഞ് തെറ്റിദ്ധരിക്കാനും തുടങ്ങി. അതൊന്നും ബ്രിജിറ്റ് കാര്യമാക്കിയില്ല. എല്ലാം സന്തോഷത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് പരമാവധി നന്മ ആർക്കെല്ലാമാണ് ആവശ്യം അവർക്കെല്ലാം ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്ത് സ്വീഡനിൽ തന്നെ കൊട്ടാരത്തിലേക്ക് ബ്രിജിറ്റിനൊരു ക്ഷണം. ബ്രിജിറ്റിനോട് പറഞ്ഞു, ഒരു സഹായം ചെയ്യണം. കൊട്ടാരത്തിൽ ഇപ്പോൾ സ്വീഡനിലെ രാജാവ് മാന്യൂസാണ്. പക്ഷെ ഇപ്പോൾ രാജാവ് വിവാഹം ചെയ്തിരിക്കുന്നത് ഫ്രാൻസിലെ ഒരു സ്ത്രീയെയാണ് രാജ്ഞിയായിട്ട് വന്നിരിക്കുന്നത്. ഫ്രാൻസിൽ നിന്ന് വന്നിരിക്കുന്ന ബ്ലാഞ്ചസ്. അവൾക്കധികം ദൈവഭക്തിയില്ല, അതുപോലെ അത്ര ഭാഷകൾ അറിയില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, ബ്രിജിറ്റ് കൊട്ടാരത്തിൽ താമസിച്ച് കുറച്ച് നാൾ ഇവർക്കൊരു പരിശീലനം കൊടുക്കണം. ബ്രിജിറ്റ് നല്ല സ്ത്രീ ആയതുകൊണ്ട് എങ്ങനെ രാജ്യത്തെ ഭരിക്കണം, ഒരു ദൈവികമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളും കൂടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ബ്രിജിറ്റിനെ അവർ ഏർപ്പെടുത്തുകയാണ്. ഈ ബ്രിജിറ്റും ഈ കുടുംബങ്ങളൊക്കെ തമ്മിൽ ഒരുവിധം ബന്ധവും കൂടിയുണ്ട്. അതുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ ഒരാവശ്യം വരുമ്പോൾ വിളിക്കും കൂടി ചെയ്യുന്നു. എന്തായാലും ഇത് ദൈവം നിയോഗിച്ചതല്ലേ, ദൈവമായിരിക്കാം ഇതിൻ്റെ അടിയിലെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അതിന് സമ്മതിച്ചു. അങ്ങനെ 4 വർഷം കൊട്ടാരത്തിൽ താമസിച്ച് രാജാവിനെ രാജ്ഞിയും. അന്നും ദർശനങ്ങൾ ബ്രിജിറ്റിന് ലഭിക്കുക പതിവായിരുന്നു. ഈശോ പറഞ്ഞതനുസരിച്ച് ഒരു 10 നിയമങ്ങൾ, കൽപ്പനകൾ കൊടുക്കുകയാണ്. സ്വർഗത്തിലെ നിത്യരാജാവായ രാജാവ് ഭൂമിയിലെ അല്പകാലത്തേക്കുള്ള രാജാവിനോട് കൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ഏതാനും കാര്യങ്ങൾ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, രാജാവേ, എല്ലാ ദിവസവും കുർബാന കണ്ടിട്ട് വേണം ദിനചര്യ തുടങ്ങാനായിട്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കണം, ജനങ്ങൾക്ക് കുർബാനയ്ക്കുള്ള അവസരങ്ങൾ കൊടുക്കണം, എല്ലാ തരത്തിലും നീതിയിൽ ജനങ്ങളെ ഭരിക്കണം, പാവങ്ങളെ സഹായിക്കണം. അതുപോലെ അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുകയാണ്. കറക്റ്റ് ഇന്നതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത് ഈശോ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിജിറ്റ് രാജാവിനോട് കൽപ്പിച്ചു. ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ രാജാവിനോടും പരിവാരങ്ങളോടൊക്കെ പറഞ്ഞെങ്കിലും ഈ പറഞ്ഞതുപോലെ അവരത്ര സ്വീകരിച്ചില്ല. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ ഇവിടെ നിൽക്കാനുള്ള സമയം കഴിഞ്ഞു എന്ന് മനസ്സിൽ ദൈവം പ്രചോദിപ്പിച്ചതുകൊണ്ട് വീണ്ടും തൻ്റെ കുടുംബത്തിലേക്ക് തന്നെ ബ്രിജിറ്റ് തിരിച്ചു പോവുകയാണ്. കുടുംബത്തിൽ ചെന്ന് ഇരട്ടി സ്നേഹത്തോടുകൂടി ഭർത്താവിനെയും മക്കളെയെല്ലാം പരിചരിച്ചു. ഇങ്ങനെയെല്ലാം പരിചരിച്ച് ഈ കൊട്ടാരത്തിലൊക്കെ താമസിക്കുന്നതിനും അതിൻ്റെ ഇടയ്ക്കും ജനങ്ങൾക്കെല്ലാം സേവനം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും വീണ്ടും ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. നീ ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിച്ച് നടക്കുന്നുണ്ട്, സ്വന്തം കുടുംബത്തിലെ കാര്യം അന്വേഷിക്കുന്നില്ല എന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട്. എങ്കിലും ബ്രിജിറ്റ് പരമാവധി കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. കുറ്റപ്പെടുത്തിയാലും അതിലൊന്നും വിഷമം തോന്നിയില്ല, എതിര് തോന്നിയില്ല, അവരോട് ദേഷ്യം തോന്നിയില്ല. മറിച്ച് ദൈവം അനുവദിച്ചതാണെന്ന് കരുതി, പീഡാസഹനത്തെ കരുതി സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരിക്കൽ ബ്രിജിറ്റിൻ്റെ ഭർത്താവ് പറഞ്ഞു, നമുക്ക്
വിശുദ്ധ കബറിടങ്ങൾ സന്ദർശിക്കാനായിട്ട് പോകാം, വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ കബറിടം സന്ദർശിക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞ് അവർ പോവുകയാണ്. ഇവർ രണ്ടാളും തീർത്ഥയാത്രയ്ക്ക് പോയി. വളരെ ആഗ്രഹത്തോടു കൂടിയാണ് പോകുന്നത്. വൂൾഫ് നല്ലൊരു മനുഷ്യനാണ്. വൂൾഫ് പറഞ്ഞിരുന്നു, നമുക്ക് ഈ കുടുംബജീവിതം നയിച്ച് അല്പകാലം കഴിയുമ്പോൾ, ഒരു 10-20 വർഷം കഴിയുമ്പോൾ നമുക്ക് ആശ്രമ ജീവിതത്തിലേക്ക് കടക്കാം. അന്ന് അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ ഭർത്താവും പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹത്തിലാണ് അവർ മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെ വിശുദ്ധ സ്ഥലം സന്ദർശിക്കാനായിട്ട് പോയി. തിരിച്ചു വരുമ്പോൾ ഈ വുൾഫിന് വലിയൊരു അസുഖം പിടിപെടുകയാണ്. ഭർത്താവിനെ പരിചരിച്ച്, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റേഴ്സിൻ ആശ്രമത്തിൽ താമസിച്ചാണ് ഭർത്താവിനെ ആ നാളുകളിൽ പരിചരിച്ചത്. അവിടെ നിന്നൊരു പുസ്തകത്തിൽ വായിച്ചു, രോഗം അത് ഒരു ശാപമല്ല, അനുഗ്രഹമാണ്, അത് നന്മയ്ക്കായിട്ട് ഭവിക്കും, അതിനെ പ്രതി നന്ദി പറയുക എന്നൊരു പുസ്തകത്തിൽ അവിടെ വെച്ച് വായിച്ചപ്പോൾ ഈ രോഗത്തെ പ്രതി ഇവർ രണ്ടുപേരും നന്ദി പറഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ വൂൾഫിൻ്റെ ഭർത്താവിൻ്റെ രോഗം മാറി സൗഖ്യമായി മുന്നോട്ട് പോയി. വീണ്ടും മുന്നോട്ട് സന്തോഷത്തോടുകൂടി കുറേ നാൾ ജീവിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വൂൾഫിന് അസുഖം പിടിപെടുകയാണ്. വൂൾഫിന് മനസ്സിലായി തൻ്റെ അന്ത്യകാലം അടുത്തു എന്ന്. മരിക്കാറായ വൂൾഫിനെ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ബ്രിജിറ്റ് പരിചരിച്ചു. സിസ്റ്റേഴ്സിൻ ആശ്രമത്തിൽ തന്നെയാണ് ആ നാളുകളിലെല്ലാം വൂൾഫും ഭാര്യയും താമസിച്ചത്. അന്ന് അങ്ങനെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കിയിരുന്നു. അങ്ങനെ ബ്രിജിറ്റിൻ്റെ 41-ാമത്തെ വയസ്സിൽ ഭർത്താവ് വൂൾഫ് മരിക്കുകയാണ്. ഭർത്താവ് മരിച്ചതിന് ശേഷം അല്പ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദർശനം കാണുകയാണ്. വൂൾഫ് ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, ബ്രിജിറ്റ്, നീ എനിക്ക് വേണ്ടി അർപ്പിച്ച കുർബാനകളെല്ലാം എനിക്ക് എൻ്റെ ആത്മാവിന് സന്തോഷം നൽകി. ഇനിയും നീ എനിക്ക് വേണ്ടി കുർബാനകൾ അർപ്പിക്കണം. ആ ദർശനത്തോടുകൂടെ ഭർത്താവിന് വേണ്ടി കൂടുതൽ കൂടുതൽ ദിവ്യബലികൾ അർപ്പിച്ച് ബ്രിജിറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഭർത്താവിൻ്റെ മരണശേഷം അധികാരികളുടെ സമ്മതത്തോടുകൂടെ താൻ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. തന്നെ പുതിയൊരു ജീവിതത്തിലേക്ക് ദൈവം വിളിക്കുന്നുവെന്ന് ബ്രിജിറ്റിന് അനുഭവപ്പെട്ടു. മോതിരമെല്ലാം ഊരി സാധാരണ ഡ്രസ്സ് എല്ലാം മാറ്റി വെച്ചിട്ട് വെള്ള വസ്ത്രം നിത്യേന ധരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. മക്കളെല്ലാം ഓരോ പഠിക്കുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, മക്കളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, കുടുംബത്തിലെല്ലാം ചെയ്യുന്നു. പക്ഷേ ജീവിത രീതി ഇങ്ങനെയാണ്, കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞു, ദിവ്യ രക്ഷക സഭ നീ സ്ഥാപിക്കണമെന്ന് പറയുകയാണ്. ഈശോ ദർശനത്തിൽ പറയുകയാണ്, പുതിയ സഭ സ്ഥാപിക്കണം, അത് ദിവ്യ രക്ഷക സഭയാണ്. പീഡാനുഭവത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. കൂടുതൽ സമയം ഈശോയുടെ അടുത്തിരുന്ന് എന്നും ബ്രിജിറ്റ് പ്രാർത്ഥിക്കുക പതിവായി. കൂടുതൽ കൂടുതൽ ദർശനങ്ങൾ. ഈശോ പറയും, മകളെ, ഞാൻ അറിയുന്നു നിനക്ക് എന്നോടുള്ള സ്നേഹം. അതുപോലെ തന്നെ മാതാവ് ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറയും, ഇത് എൻ്റെ പുത്രൻ്റെ വധുവാണ്. എൻ്റെ മകൻ്റെ വേദനകളെ ഏറ്റവും ഹൃദയത്തിൽ ആർജിച്ചെടുക്കുകയും മകനോട് ഏറ്റവും സ്നേഹം കാണിക്കുകയും ചെയ്യുന്ന പുത്രൻ്റെ പ്രിയപ്പെട്ട വധുവാണ് ബ്രിജിറ്റ് എന്ന് മാതാവ് ബ്രിജിറ്റിനെ നോക്കി പറയുകയാണ്. മാതാവ് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ എപ്പോഴും ഉണ്ട്. മുന്നോട്ട് പോകുമ്പോഴും ഏറെ പ്രതിബന്ധങ്ങൾ ആ ദിവസങ്ങളിലും എല്ലാം വന്നിരുന്നു. അപ്പോഴും മാതാവും കർത്താവും പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. സകല തിന്മകളെയും തോൽപ്പിക്കുന്ന ദൈവിക ശക്തി നിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് നീ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഈ ദിവസങ്ങളിലെല്ലാം ഏറെ ബുക്കുകൾ എഴുതാനായിട്ട് ബ്രിജിറ്റിനെ ഈശോ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. ബ്രിജിറ്റിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഒത്തിരിയേറെ പുസ്തകങ്ങൾ, ബുക്കുകൾ, പ്രാർത്ഥനകൾ എഴുതിയതായിട്ട് നാം കാണുന്നുണ്ട്. 15 തരം ഒരു സെറ്റ് പ്രാർത്ഥന, അതുപോലെ തന്നെ ദിവസം 3 നേരം പ്രാർത്ഥിക്കുന്ന വിധത്തിൽ 7 ദിവസത്തേക്കുള്ള പ്രാർത്ഥന, അങ്ങനെ 21 പ്രാർത്ഥന. അതുപോലെ തന്നെ ചോദ്യോത്തര രൂപത്തിലുള്ള ബൈബിളിലെ കാര്യങ്ങൾ, അതിൽ ഏകദേശം പറയണത് 18,000 വാക്കുകൾ വരുന്ന ഒരു സെറ്റ് എഴുത്തുകൾ, അതുപോലെ തന്നെ 28,000 വാക്കുകൾ വരുന്ന വേറൊരു സെറ്റ് എഴുത്തുകൾ. അങ്ങനെ ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങളും എഴുത്തുകളും എല്ലാമാണ് ഈ ബ്രിജിറ്റിൽ നിന്ന് വരുന്നത്. ഈശോ ഒക്കെ പ്രചോദിപ്പിക്കുകയാണ്. ബൈബിള് അന്നത്തെ കാലത്തൊന്നും അധികം ബൈബിളിൻ്റെ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാലും കിട്ടിയത് വെച്ചിട്ട് വെളിപാട് ഗ്രന്ഥങ്ങൾ ഇരുന്ന് വായിച്ചു. ബ്രിജിറ്റ് മാത്രമല്ല, ബ്രിജിറ്റിൻ്റെ ഒപ്പം കുറേ പണ്ഡിതരും കൂടെ ഉണ്ടായിരുന്നു. ബ്രിജിറ്റ് കുറേ പണ്ഡിതരെ പരിചയപ്പെട്ട് അവരോടൊപ്പം ഇരുന്ന് കൂടുതൽ പഠിച്ചു, വെളിപാട് പുസ്തകങ്ങൾ പഠിച്ചു, പല അച്ഛന്മാരോടൊക്കെ ചേർന്ന്, മെത്രാന്മാരോടൊക്കെ ചേർന്ന് കൂടുതൽ പഠിച്ചു, എഴുതി, ലാറ്റിൻ പഠിച്ചു. അങ്ങനെ സഭയെ നവീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയാണ്. ഈശോ അപ്പോഴും പ്രചോദിപ്പിച്ചു കൊണ്ടിരുന്നു, ബ്രിജിറ്റ്, നീ ഒരു കാര്യം ചെയ്യണം,
ഇപ്പോൾ സഭയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് നീ ഒരു ഉത്തരം നൽകണം. കുറേ നാളുകളായിട്ട് അവിഞ്ഞോണിലാണ് മാർപ്പാപ്പ താമസിക്കുന്നത്. അതുകൊണ്ട് ബ്രിജിറ്റ്, നീ പോയി മാർപ്പാപ്പയോട് പറയണം, തിരിച്ച് റോമിലേക്ക് വരിക, സാധാരണ ജീവിതം നയിക്കുക, ഭയപ്പെടേണ്ട എന്ന്. അതുപോലെ തന്നെ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ കുറേ നാളുകൾ 100 വർഷമായിട്ട് യുദ്ധം നടക്കുകയാണ്. മാർപ്പാപ്പയോട് പറയണം ഈ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട്, രാജാക്കന്മാരോട് പറയണമെന്നെല്ലാം പറഞ്ഞ് എല്ലാ നിർദ്ദേശങ്ങളും ദൈവം ബ്രിജിറ്റ് വഴി രാജ്യത്തിനും കൊട്ടാരത്തിനും സഭയ്ക്കുമെല്ലാം നൽകിക്കൊണ്ടിരുന്നു. കുറേയെല്ലാം അവർ സഹകരിച്ചു, പക്ഷെ കുറേയൊന്നും അവർ സഹകരിച്ചില്ല. എങ്കിലും അതൊന്നും ബ്രിജിറ്റിനെ ബാധിച്ചില്ല. ദൈവം എന്തെല്ലാം പറഞ്ഞു അതെല്ലാം ചെയ്ത് മുന്നോട്ട് പോയി. പിന്നീട് ആ കാലഘട്ടത്തിൽ പിന്നീട് അങ്ങോട്ട് മുഴുവൻ ഈ ബ്രിജിറ്റിൻ്റെ കൂടെയുള്ള പണ്ഡിതരും എല്ലാം ചെയ്തിരുന്നത് വിശുദ്ധ സ്ഥലങ്ങളെല്ലാം കൂടുതൽ സന്ദർശിക്കുക. പലസ്തീന സന്ദർശിച്ചു, ഈശോയുടെ പീഡാനുഭവ രംഗങ്ങളെ കൂടുതൽ ധ്യാനിച്ചു. റോമിലേക്ക് പോയി. അന്ന് റോമിലെ ജൂബിലിയുടെ നാളുകളായിരുന്നു. ആ ജൂബിലി നാളുകളിൽ അവിടെ തങ്ങി 1 വർഷം താമസിച്ചു. ആ നാളുകളിൽ ബ്രിജിറ്റിനോടൊപ്പം മകൾ കാതറിനും വന്നു. കാതറിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, പിന്നീട് സ്വീഡനിലെ വിശുദ്ധ കാതറിൻ എന്നറിയപ്പെട്ട കാതറിൻ. ഈ മകളും വിവാഹിതയായിരുന്നു. പക്ഷെ ആ മകള് വിവാഹം കഴിച്ചിരുന്നത് സുഖമില്ലാത്ത ഒരു പുരുഷനെയാണ്. അങ്ങനെയാണ് ഒരു ഏർപ്പാടാക്കിയിരുന്നത്. അതും ദൈവഹിതമായി കണ്ടു. ആ ഭർത്താവിനെ സ്നേഹിച്ചു പരിചരിച്ചു. പിന്നീട് ആ ഭർത്താവ് മരിക്കുകയാണ്. എങ്കിലും ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നാണ് സഭയും ദൈവവും പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അമ്മയ്ക്ക് കിട്ടിയിരുന്ന ദർശനത്തിൻ്റെ നാളുകളിലെല്ലാം എഴുതാനായിട്ട് സഹായിച്ചിരുന്നത് ഈ മകൾ കാതറിനാണ്. അമ്മ പറയുന്നതെല്ലാം അതേപോലെ കാതറിൻ എഴുതിയെടുത്തു. അങ്ങനെ വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിച്ച് മുന്നോട്ട് പോവുകയാണ്. ദൈവം പറയുന്നതെല്ലാം ചെയ്തു. പീഡാനുഭവത്തിൻ്റെ രംഗങ്ങളാണ് കൂടുതൽ കൊടുത്തത്. ഈശോ എന്നും പറയും, പീഡാനുഭവത്തെ സ്നേഹിക്കുന്ന എൻ്റെ സഖി, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് കുരിശിൽ നിന്ന് എപ്പോഴും അവൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. അവളുടെ ഏക സന്തോഷം ഈശോ എന്താഗ്രഹിക്കുന്നുവോ, നിത്യജീവിതത്തിലേക്ക് എങ്ങനെ പോകാനായിട്ട് സാധിക്കുന്നുവോ ആ നിത്യജീവിതത്തെ ലക്ഷ്യമാക്കി നന്നായിട്ട് ജീവിക്കുക എന്നത് മാത്രമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ അപ്പോഴേക്കും 68 വയസ്സായി. അപ്പോൾ 26ഓളം കൊല്ലങ്ങളിൽ യാത്രകൾ തന്നെയായിരുന്നു, പഠനങ്ങൾ തന്നെയായിരുന്നു. സഭയ്ക്കും കൊട്ടാരത്തിനും രാജ്യത്തിനും എല്ലാം വേണ്ടി ജനത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിരുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി. 70ാമത്തെ വയസ്സിൽ അവൾക്കൊരു അസുഖം വരികയാണ്. റോം സന്ദർശിക്കുന്നതിൻ്റെ ഇടയിൽ അവൾ വീണ്ടും തിരിച്ച് സ്വന്തം രാജ്യത്തേക്ക് വന്നു. ആ നാളുകളിൽ അവളെ നോക്കിയത് മൂത്ത മകളാണ്. മറ്റേ മകള് ബ്രിജിറ്റിനോട് പറഞ്ഞ സന്യാസ സഭയുടെ സ്ഥാപനത്തിനും അതിൻ്റെ അംഗീകാരത്തിനും വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കാതറിൻ നടക്കുകയാണ്. ആ നാളുകളിൽ അമ്മയെ പരിചരിച്ചത് മൂത്ത മകളാണ്. അമ്മയുടെ അടുത്ത് അമ്മയും മൂത്ത മകളും വളരെ സന്തോഷപൂർവ്വം താമസിച്ചു. അമ്മയുടെ പ്രത്യേകത, ബ്രിജിറ്റിൻ്റെ പ്രത്യേകത, 25 കൊല്ലത്തോളം ഡെയിലി കുമ്പസാരിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഒരിക്കൽ അതിനുള്ളൊരു കാരണം വെച്ചാൽ, ഒരിക്കൽ ഒരു വ്യക്തി പറഞ്ഞു, നീ ഒരു പാപിയാണല്ലോ എന്ന് പറഞ്ഞു, നന്മ ചെയ്തിട്ടും. അപ്പോൾ ബ്രിജിറ്റ് പറഞ്ഞു, ഞാൻ പാപിയാണ്, പക്ഷെ ഞാൻ ഈശോയുടെ അടുത്ത് കുമ്പസാരിക്കുന്നു. അന്ന് മുതൽ ബ്രിജിറ്റ് തീരുമാനിച്ചതാണ്, ഡെയിലി ഞാൻ കുമ്പസാരിക്കും. 25 വർഷവും ഡെയിലി ബ്രിജിറ്റ് കുമ്പസാരിച്ചിരുന്നു. മരണത്തിനും കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് നന്നായിട്ട് ഒരുങ്ങി അവൾ മരണത്തിന് ഒരുങ്ങുകയാണ്. അങ്ങനെ 1373 70ാം വയസ്സിൽ ജൂലൈ 23 ബ്രിജിറ്റ് തൻ്റെ നിത്യസമ്മാനത്തിനായിട്ട് പുറപ്പെടുന്നത്. അതിനുശേഷം 1391 ബോണിഫസ് പാപ്പ ബ്രിജിറ്റിനെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുകയാണ്. 1999 ജോൺ പോൾ II മാർപ്പാപ്പ ബ്രിജിറ്റിനെ യൂറോപ്പിൻ്റെ സഹ മധ്യസ്ഥയായിട്ട് പ്രഖ്യാപിച്ചു. നമ്മൾ വിശുദ്ധ ബ്രിജിറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റ് ഏറെ സൗകര്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടായിട്ടും ദൈവം തൻ്റെ കുടുംബത്തിൽ നിന്ന്, തൻ്റെ ജീവിതത്തിൽ നിന്ന് എന്താഗ്രഹിക്കുന്നുവോ അത് തന്നിലൂടെ നിവൃത്തിയാക്കുക, ഈ ലോക ജീവിതത്തെക്കാൾ നിത്യമായ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുക, അതായിരുന്നു ബ്രിജിറ്റിൻ്റെ പ്രത്യേകത. സാധാരണ ഒരു കുടുംബിനിയായിട്ട് ഒരു പ്രഭു കുടുംബത്തിൽ ജീവിച്ച് എല്ലാവർക്കും നന്മ ചെയ്ത് ദൈവത്തിൻ്റെ ഇഷ്ടം എല്ലാവർക്കും വേണ്ടി കൊടുത്ത് ഒരു ഉത്തമ സ്ത്രീയായിട്ട് പ്രവർത്തിച്ച് നമുക്കെല്ലാം മാതൃകയായ വിശുദ്ധ ബ്രിജിറ്റ് നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. വിശുദ്ധ ബ്രിജിറ്റിൻ്റെ മാതൃകയും പഠനവും പീഡസഹിച്ച ഈശോയോടുള്ള സ്നേഹവും നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ നമ്മെ എപ്പോഴും നയിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും വിശുദ്ധ ബ്രിജിറ്റിൻ്റെ മധ്യസ്ഥ സഹായം ഉണ്ടായിരിക്കട്ടെ.
ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി,